എൻ്റെ മക്കളെ ഞെട്ടിക്കുന്ന പ്രമോ എന്ന് വെച്ചാൽ ഞെട്ടിക്കുന്ന പ്രമോ. ലാലേട്ടൻ കട്ടക്കലിപ്പ് എന്ന് വെച്ചാൽ കട്ടക്കലിപ്പ്. വീട്ടിനുള്ളിലോട്ട് കയറി ചെല്ലുന്നു. ഫസ്റ്റ് തന്നെ പെട്ടെന്ന് ഞാൻ ഇപ്പൊ കണ്ട എക്സൈറ്റ്മെന്റിലാണ്. പെട്ടെന്ന് വീട്ടിനുള്ളിലോട്ട് കയറി ചെല്ലുന്നു. കംപ്ലീറ്റ് മെസ്സായിട്ട് കിടക്കുകയാണ്. കംപ്ലീറ്റ് വീട് മൊത്തം അലമ്പാണ്. അടുക്കള മൊത്തം ചീഞ്ഞളിഞ്ഞ് കിടക്കുന്നു. ഫുഡിന്റെ വേസ്റ്റ്, അത് ഇത്. ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ബെഡ്ഷീറ്റും അതും ഇതും എല്ലാം അവിടെ ഇവിടെ എല്ലാം കിടക്കുന്നു. ലാലേട്ടനെ പ്രാന്ത് പിടിച്ച് സ്റ്റേജിൽ വന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ ആര്യനെ വിളിച്ചെടുക്കുകയാണ്. ആര്യനെ പറത്തി എന്ന് പറഞ്ഞാൽ പറത്തി. ലാലേട്ടൻ ഇത്ര കലിപ്പിൽ ഈ സീസണിൽ വന്നിട്ടില്ല. ഇന്ന് പൊളിക്കുന്ന എപ്പിസോഡായിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. എല്ലാം ഞാൻ പറയാം. ആദ്യമായിട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും. സോ രണ്ടാമത്തെ പ്രൊമോയും ആദ്യത്തെ പ്രൊമോയും രണ്ടാമത്തെ പ്രൊമോയും വന്നു. രണ്ടാമത്തെ എപ്പിസോഡിലാണ് ലാലേട്ടൻ ഇന്ന് വീട്ടിലേക്ക് കയറുകയാണ്. വീട്ടിലേക്ക് കയറി സംഭവം സിമ്പിൾ ആണ്. ശുചിത്വമാണ് മാറ്റർ. അതിനാണ് ലാലേട്ടൻ വീട്ടിലേക്ക് കയറിയത്. ഇത് കണക്ക് ഹിന്ദി ബിഗ് ബോസിൽ ഉണ്ടായിട്ടുണ്ട്. സൽമാൻ ഖാൻ റൂമിനകത്തോട്ട് കയറിയിട്ട് വീട്ടിനകത്തോട്ട് കയറി ചെല്ലും. സാധാരണ എന്തെങ്കിലും വിശേഷം വന്നാലോ അല്ലെങ്കിൽ ലാസ്റ്റ് ദിവസമായിരിക്കും ഹോസ്റ്റ്, അതായത് ലാലേട്ടൻ അല്ലെങ്കിൽ സൽമാൻ ഖാൻ വീട്ടിനുള്ളിലേക്ക് കയറി ചെല്ലുന്നത്. പക്ഷെ ഇത് ഞെട്ടും എന്ന് വെച്ചാൽ ഞെട്ടും. അമ്മാതിരി പ്രമോയാണ് എത്തിയിരിക്കുന്നത്. വീട്ടിൽ കയറി ആലമ്പെന്ന് വെച്ചാൽ ആലമ്പ്. സോ പുള്ളിക്കാരെ ഇറങ്ങി വരുന്നു. നമ്മുടെ ആര്യനെ വിളിച്ചു ചേർത്തിട്ട്, ആര്യനാണല്ലോ ക്യാപ്റ്റൻ. ആരുടെ ബെഡാണ് ഏറ്റവും കൂടുതൽ മോശമായിട്ട് കിടക്കുന്നത്. സംഭവം ആര്യന്റെ ബെഡാണ് ഏറ്റവും കൂടുതൽ മോശം. ആ ക്യാപ്റ്റനും കൂടിയാണ്. ആര്യനെ വിളിച്ചു ചേർത്തി പറപ്പിക്കുന്നു വെച്ചാൽ പറപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, താടിയൊക്കെ നമ്മുടെ അടുക്കളയിൽ കിച്ചണിൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൈഫ് എടുത്തിട്ട് പുള്ളിക്കാരൻ താടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അതിനെപ്പറ്റി ചോദിച്ചു. ഇതൊക്കെ എവിടുന്ന പഠിച്ചുകൊണ്ട് വന്നേക്കുന്നത്, എവിടുന്ന കണ്ടുകൊണ്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ട്, അയ്യോ എനിക്കറിയത്തില്ല, മറുപടി പറ, ആൻസർ പറയാന്ന് പറഞ്ഞ് ലാലേട്ടൻ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. സീരിയസ്ലി എനിക്കറിയത്തില്ല ഇത്രയും ലാലേട്ടൻ ഇത്രയും ഫയർ മോഡിൽ ഇതായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കാലക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൂടാതെ ആദ്യം ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു പ്രൊമോയിൽ വന്നിരിക്കുന്നത് എന്തുവാ, നമ്മുടെ അനീഷ് ആയിട്ട് ലാലേട്ടൻ, അതായത് മണിപ്പൂർ ടാസ്കിൽ അനീഷ് പോയിട്ട് മറ്റേ ഇത് ചൂസ് ചെയ്തല്ലോ, മിണ്ടാണ്ടിരിക്കുന്ന ടാസ്ക് സെലക്ട് ചെയ്തല്ലോ. അതേ കണക്ക് ലാലേട്ടൻ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഈ മിണ്ടാണ്ടിരിക്കുന്നത് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇനി അനീഷിനിട്ട് പണി കൊടുക്കാനാണോ എന്ന് അറിയത്തില്ല. കാരണം ബിഗ് ബോസ് 2-3 വട്ടം അനൗൺസ് ചെയ്തായിരുന്നല്ലോ, അനീഷ് ടാസ്ക് തുടങ്ങിയിട്ടില്ല. പക്ഷേ ആ ടാസ്ക് ലെറ്ററിനകത്ത് എഴുതിയേക്കുന്നത് എന്തുമായിരുന്നു, ഇപ്പോൾ മുതൽ സീസൺ അവസാനിക്കുന്നവരെ മിണ്ടാതിരിക്കണമെന്നായിരുന്നു ആ പണിപ്പുര ടാസ്കിൽ അനീഷിന് കൊടുത്തിരിക്കുന്നത്. അനീഷ് മൈൻഡ് ഗെയിം വെച്ച് കളിച്ചതാണ് സംഭവം. പക്ഷെ എനിക്ക് തോന്നുന്നത് നെഗറ്റീവായിട്ട് അടിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആദ്യത്തെ പ്രമോ നിങ്ങൾ കണ്ടെങ്കിൽ മനസ്സിലാവും. കാരണം ബിഗ് ബോസ് ഓരോന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ലാലേട്ട ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവസാനം ചോദിക്കുന്നത് അനീഷിനെ പോലെയാണോ ലാലേട്ട ഒന്നും ചോദിക്കുന്നില്ലല്ലോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. അതെന്തായാലും കാത്തിരുന്ന് അത് അങ്ങനെ വരികയാണെങ്കിൽ അൺഫെയർ ആയിരിക്കും. അതെന്തായാലും ഞാൻ എപ്പിസോഡിന് ശേഷം പറയാം. പിന്നെ അത് കൂടാതെ ഈ ശുചിത്വമാണ് മെയിനായിട്ട് വരാൻ പോകുന്നത്. അതിൻ്റെ കൂടെ കോഫി ഇഷ്യൂ, നമ്മുടെ ജിസയിൽ കോഫി മോഷ്ടിക്കുന്ന ഇഷ്യൂ ഉണ്ടല്ലോ, അതും പ്ലസ് സുധിയുടെ മിക്കവാറും ആ ഇഷ്യൂ കൂടെ എടുത്തിടാനുള്ള ചാൻസ് ഉണ്ട്. കുളിക്കാത്തതിൻ്റെയൊക്കെ വിഷയമൊക്കെ ഇതിലൊക്കെ മിക്കവാറും വരാനുള്ളൊരു ചാൻസും കാണുന്നുണ്ട്. എന്തായാലും പ്രൊമോ കണ്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയി പ്രൊമോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഓക്കെ, സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. ടിൽ ദെൻ ബൈ.